ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് K. സുജാത ധർണ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രവേശന പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ സമരം നടക്കുന്നത്. ധർണ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്തു. ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 40 ദിവസങ്ങളിലായി നമ്മുടെ തലസ്ഥാന നഗരം സമരത്തിന്റെ മുന്നിലാണ്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ദേശീയ പ്രവേശന പരീക്ഷകളൊക്കെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നീറ്റ് പരീക്ഷയായും മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയായാലും അതോടൊപ്പം CBSE +2 പരീക്ഷകളുടെയൊക്കെ ചോദ്യപേപ്പർ ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വിശ്വാസത, അതുപോലെ തന്നെ അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിനുള്ള ആശങ്കയിൽ ഇരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ കുടുംബത്തെയും അതേപോലെ തന്നെ അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന സമൂഹത്തിനെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 45 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷയുടെ ഭാഗമായി ഇന്ന് മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടാനായത്. 14ഓളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായി. ജില്ലാ പ്രസിഡന്റ് KV സുജാത അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ട്രഷറർ K. രാഘവൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത, M. സുനിൽകുമാർ, M. രമേശൻ എന്നിവർ സംസാരിച്ചു. KV രാജേഷ് സ്വാഗതവും KG പ്രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.